അസംഖ്യം ബഹുമാന്യ മൂപ്പന്മാർ നടുവിൽ നിന്നും അത്യുച്ചത്തിൽ കേൾക്കും. അസംഖ്യം ബഹുമാന്യ മൂപ്പന്മാർ നടുവിൽ നിന്നും ഭാഗ്യവശാൽ ബോവസിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ നല്ല വയൽ പ്രദേശേ വന്നു ചേർന്നിടുവാൻ. നല്ല വയൽ പ്രദേശേ വന്നു ചേർന്നിടുവാൻ. വിദൂരമോവാവിൽ നിന്നു വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. വിദൂരമോവാവിൽ നിന്നു വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഭാഗ്യവശാൽ ബോവസിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഹ്വാനം ചെയ്യുന്നുതവിക്കെത്തുക നാഥ, കലഹിപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ. ഭിന്നത നൃപവിധികർത്താക്കളിൽ അവനുളവാക്കി, ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു. കർത്താവേ, നിൻ കരുണയിലെന്നേ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സ്ലീബായാൽ. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടനായ പൈശാചികൻ മനുഷ്യജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടങ്ങളും വരുത്തുന്നവനാണ്. നമ്മുടെ കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്രേ ദുഷ്ടൻ വരുന്നത് എന്ന്. എന്നും മനുഷ്യനെ നശിപ്പിക്കുക, അവൻ്റെ ഭാവി ശൂന്യമാക്കുക, അവനെ ക്ഷയിപ്പിക്കുക, അവൻ അനർത്ഥം വരുത്തുക, അവൻ എന്നേക്കുമായി മുടിച്ചു കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. ദൈവമുണ്ട്, സാത്താനുമുണ്ട്. സഹോദരീ സഹോദരങ്ങളെ, നാം രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രൂത്തിൻ്റെ പുസ്തകം ഫ്രം ബിറ്റർനെസ് ടു ബ്ലെസ്സഡ്നെസ്, കയ്പിൽ നിന്ന് അനുഗ്രഹത്തിലേക്കുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ പുസ്തകമാണ്. കയ്പേറിയ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു കുടുംബം. വൈധവ്യം ബാധിച്ച് നിരാശമുറ്റി തകർന്നുപോയൊരു കുടുംബം സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും എത്തിച്ചേരുന്നതിനെ വ്യക്തമാക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം. ഫ്രം സാഡ്നെസ് ടു ഗ്ലാഡ്നെസ്, ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള ഒരു പ്രയാണം. ഫ്രം ഫാമിൻ ടു ഫുൾനെസ്, ഫ്രം ഫാമിൻ ടു ഫീസ്റ്റ്, ക്ഷാമത്തിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള ഒരു മുന്നേറ്റം. ക്ഷാമബാധിത മേഖലയിൽ നിന്ന് ക്ഷേമത്തിലേക്കും സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കുമുള്ള വളരെ അത്ഭുതകരമായ ഒരു വളർച്ച. ഫ്രം ബിറ്റർനെസ് ടു സ്വീറ്റ്നെസ്, കയ്പിൽ നിന്ന് മാധുര്യത്തിലേക്കുള്ള ഒരു യാത്ര. ദയനീയമായ ഒരു സാഹചര്യത്തിലായിരുന്നു, പരാജയപ്പെട്ട ജീവിതമായിരുന്നു, കണ്ണുനീരിൻ്റെ ജീവിതമായിരുന്നു. ഫ്രം ടീയേഴ്സ് ടു ട്രയംഫ്, കണ്ണുനീരിൽ നിന്ന് വിജയത്തിലേക്കുള്ള യാത്ര. രൂത്തിൻ്റെ പുസ്തകം പ്രത്യാശ നൽകുന്നൊരു പുസ്തകമാണ്. കേവലം 4 അധ്യായം മാത്രമേ ഉള്ളൂവെങ്കിലും ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യാശയുടെ സമാധാന സമൃദ്ധമായ സന്ദേശമാണ്. നിങ്ങൾ ഓരോരുത്തരും പലതരത്തിലുള്ളതായ ജീവിത യാതനകളിൽപ്പെട്ട് ഉഴലുന്നവരായിരിക്കും. ക്ലേശങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പലരുടെയും ഹൃദയം കരയുന്നുണ്ടായിരിക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മൂലം വാടി തളർന്ന് വിവശരായി കഠിനമായ ഭാരങ്ങൾ ചുമന്ന് വലഞ്ഞ് വിഷമിച്ച് കഴിയുന്നവരായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും സന്തോഷവും നൽകുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന അത്ഭുത സത്യം
ഇന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം ചോദിച്ച വാക്ക്, സ്ത്രീയെ നീ കരയുന്നതെന്ത് എന്നാണ്. കരച്ചിൽ കണ്ട് സഹതാപത്തോടെ എന്തിന് കരയുന്നു എന്ന് ചോദിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം കരച്ചിൽ മാറ്റുന്ന സ്നേഹമാണ്, കരയുന്നവളെ സാക്ഷിയാക്കുന്ന സ്നേഹമാണ്. അതാണ് മഗ്ദലന മറിയാമിന് ലഭിച്ച ഭാഗ്യം. സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ക്രിസ്തുവോട് ചോദിച്ചു. അവളുടെ കരച്ചിൽ മാറുകയായിരുന്നു. പരിഭ്രാന്ത വ്യവശരായി സിഹ്യോൻമാളികയിൽ ആകുലമനസ്കരായിരുന്ന ശിഷ്യന്മാരുടെ അരികിലേക്ക് ക്രിസ്തു കടന്നു ചെന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. സമാധാനം തരുന്ന ക്രിസ്തു, ആശ്വാസം തരുന്ന ക്രിസ്തു, ക്രിസ്തു ജീവിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ സന്ദേശം വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് 3-ാം അധ്യായം 1-ാം വാക്യം. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അനന്തരം അവളുടെ അമ്മായിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? വിശ്രാമസ്ഥലം, എ റെസ്റ്റിംഗ് പ്ലേസ്. വാസ്തവത്തിൽ റെസ്റ്റിംഗ് പ്ലേസ് ഇല്ലാതെയാണ് രൂത്ത് വന്നെത്തിയത്. മോവാബിൽ നിന്ന്, പുറജാതി ദേശത്തു നിന്ന് രൂത്ത് മോവാബിൽ എത്തിച്ചേർന്നത് ഒരു വിശ്രമമില്ലാതെയാണ്. മനസ്സിന് വിശ്രമമില്ല, ശരീരത്തിന് വിശ്രമമില്ല. ഹൃദയം തളർന്നിരിക്കുന്നു, ഹൃദയം തകർന്നിരിക്കുന്നു. പാവം വിധവയായ ഒരു യുവതി. ഭാവിയിലേക്ക് നോക്കിയാൽ പ്രത്യാശയ്ക്ക് വകയൊന്നുമില്ല. അമ്മായിയമ്മ, അതുപോലെ തന്നെ വിധവയായ ഒരു സ്ത്രീ, 2 വിധവമാർ. 3 വിധവമാരുണ്ടായിരുന്നു, അതിലുറപ്പ വിട്ടുപോയി. ഇപ്പോൾ ഈ 2 വിധവമാർ മാത്രം. ഉറപ്പ അവളുടെ ജനത്തിലേക്കും അവളുടെ ദേശത്തേക്കും മടങ്ങിപ്പോയി. എന്നാൽ രൂത്തും നവമിയും അമ്മായിയമ്മയും മരുമകളും ദുഃഖത്തിൻ്റെ പ്രതീകമായി വന്നെത്തിയിരിക്കുകയാണ് മോവാബിൽ നിന്ന് ബേത്ലഹേമിൽ. കലഹദേശത്ത് നിന്ന് അപ്പത്തിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മോവാബ് കലഹദേശമാണ്, ബേത്ലഹേം അപ്പത്തിൻ്റെ ഭവനമാണ്. ബേത്ലഹേമിൽ വന്നപ്പോൾ നവമി പറയുന്നത്, നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നതെന്നാണ്. ഇതെല്ലാം മുൻപൊരവസരത്തിൽ നാം ചിന്തിച്ചതാണല്ലോ. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു, സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് കനത്ത ദുഃഖഭാരത്തോടെ നവമി വിതുമ്പുന്നത് നമുക്ക് കേൾക്കാം 1-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത്. എന്നാൽ ഇപ്പോൾ ആ നവമിയാണ് മോളോട് പറയുന്നത്, മരുമോളോട് പറയുകയാണ്, മോളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലും വിശ്രമസ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. നിങ്ങൾ താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾ കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് നവമി അവരെ ചുംബിക്കുന്നുണ്ട്. താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രമം കിട്ടും, അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഇന്ന് വിശ്രമമില്ലാതെ അഴലുകയാണ്, വിശ്രമമില്ലാതെ അലയുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്രമമില്ലാത്ത ജീവിതം, വിശ്രമമില്ലാതെ വലയുന്ന ജീവിതം. ഇവിടെ നവമി മരുമകളോട് പറയുകയാണ്, നിനക്ക് ഞാൻ ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കട്ടെയോ എന്ന്. തിരുവചനം വായിക്കുമ്പോൾ കുറഞ്ഞത് 5 സ്ഥലങ്ങളിൽ വിശ്രമത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റുന്നു. 5 സ്ഥലങ്ങളിൽ നമുക്ക് നോക്കാം. 1-ാമത്തെ ഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെ വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, എന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗീവ് യു റെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തു നമ്മുടെ വിശ്രമസ്ഥലം, ക്രിസ്തുവിൻ്റെ പാദം നമ്മുടെ വിശ്രമ കേന്ദ്രം, ക്രിസ്തുവിൻ്റെ സന്നിധി നമ്മുടെ വിശ്രമ കേന്ദ്രം. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ നമുക്ക് വിശ്രമമുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ,
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഐ വിൽ ഗീവ് യു റെസ്റ്റ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആശ്വാസം ലഭിക്കുവാൻ, നമുക്ക് വിശ്രമം ലഭിക്കുവാൻ, നമുക്ക് സമാധാനം ലഭിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ കുരിശടിയിലേക്ക് നാം വരിക, യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് വരിക. ആണിപ്പാടുള്ള ഭാഗത്തിൽ നാം വരുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും, നമുക്ക് വിശ്രമം കിട്ടും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് നാം കാണുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 10-ാം വാക്യവും 14-ാം അധ്യായം 3-ാം വാക്യവും നമുക്ക് വായിക്കാം. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായുടെ വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. മഹത്വമുള്ള വിശ്രാമസ്ഥലം, എ ഗ്ലോറിയസ് റെസ്റ്റിംഗ് പ്ലേസ്. ജാതികൾക്ക് കൊടിയായിരിക്കുന്ന, വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവൻ, ഇശായിയുടെ മകനായ ദാവീദിൻ്റെ വംശാവലി പട്ടികയിൽ വരുന്ന കർത്താവായ യേശുക്രിസ്തു വിശ്രമസ്ഥലമായിരിക്കും. വിശ്രാമസ്ഥലമായിരിക്കും, ദ ഗ്ലോറിയസ് റെസ്റ്റിംഗ് പ്ലേസ്. വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. യേശുക്രിസ്തുവിനെ തന്നെ അത് കാണിക്കുന്നു. വീണ്ടും 14-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ. യഹോവ നിന്റെ കഠിന ദാസ്യം നീക്കും. യഹോവ നിനക്ക് വിശ്രമം നൽകും. യഹോവ നിന്റെ വ്യസനം നീക്കും. യഹോവ നിന്റെ കഷ്ടത നീക്കും. നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന ദാസ്യവും നീക്കും. യഹോവ നിനക്ക് വിശ്രമം നൽകും. യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുന്ന നാൾ. സഹോദരങ്ങളെ, മൂന്നാമത്തെ വിശ്രമസ്ഥലം അതാണ്. കഠിന ദാസ്യം മാറ്റും. ഇന്ന് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ദാസ്യമുണ്ട്, അടിമത്വമുണ്ട്. നമ്മുടെ ആന്തരിക മനുഷ്യൻ അടിമത്വത്തിലാണ്. നമ്മുടെ ആത്മാവ് അടിമത്വത്തിലാണ്. പാപത്തിൻ്റെ ബന്ധനം നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നു. പാപത്തിൻ്റെ ബന്ധനം നമ്മെ ചുറ്റി നിൽക്കുന്നു. പാപത്തിൻ്റെ ബന്ധനം നമ്മെ വരിഞ്ഞ് മുറുക്കിയിരിക്കുന്നു. മനുഷ്യൻ ഇന്ന് പാപത്തിൻ്റെ ബന്ധനത്തിലാണ്. പാപത്തിൻ്റെ അധിപതിയായ സാത്താൻ്റെ ബന്ധനത്തിലാണ്. സാത്താൻ്റെ ബന്ധനം, പിശാചിനെ ബന്ധിച്ചിരിക്കുന്നു. കഠിന ദാസ്യം. എന്തുകൊണ്ട് മനുഷ്യൻ കോപിക്കുന്നു? പിശാചിൻ്റെ ദാസ്യത്തിലായതുകൊണ്ട്. സാത്താൻ പറയുന്നു, മനുഷ്യൻ അനുസരിക്കുന്നു. കോപിക്കാൻ പറയുന്നു, മനുഷ്യൻ കോപിക്കുന്നു. വഴക്കടിക്കാൻ പറയുന്നു, മനുഷ്യൻ വഴക്കടിക്കുന്നു. വൈരാഗ്യത്തോടെ നിൽപ്പാൻ പറയുന്നു, വൈരാഗ്യത്തോടെ ജീവിക്കുന്നു. പകയും വിദ്വേഷവും പുലർത്താൻ പറയുന്നു, പകയും വിദ്വേഷവും പുലർത്തുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യന് ഇതുപോലുള്ള പാപങ്ങൾ വരുന്നത്? അശുദ്ധ ജീവിതം നയിക്കാൻ സാത്താൻ പ്രേരിപ്പിക്കുന്നു, അതിനുള്ള വഴികളൊരുക്കുന്നു, കെണികളൊരുക്കുന്നു. സാത്താൻ തിന്മയിലേക്ക് മനുഷ്യനെ വശീകരിക്കുന്നു. തിന്മ ചെയ്യുവാനുള്ളതായ സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അഴുക്കായ ജീവിതം നയിക്കുവാനുള്ള പ്രേരണ കൊടുക്കുന്നു. അശുദ്ധ ജീവിതം നയിക്കുവാനുള്ള പ്രലോഭനം നൽകുന്നു. എല്ലാം സാത്താനാണ് ചെയ്യുന്നത്. കഠിന ദാസ്യത്തിൽ മനുഷ്യ ജീവിതം ഇന്ന് കഠിന ദാസ്യത്തിലാണ്. പൈശാചികൻ്റെ ബന്ധനത്തിലാണ്. സാത്താൻ്റെ തടവറയിലാണ് മനുഷ്യൻ. ആത്മാവ് സാത്താൻ്റെ തടവറയിലാണ്. അതുകൊണ്ടാണ് 142-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, കർത്താവേ, നിൻ്റെ നാമത്തെ ഞാൻ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ആത്മാവ് കാരാഗ്രഹത്തിലാണ്. കഠിന ദാസ്യം. ആത്മാവ് കാരാഗ്രഹത്തിലാണ്. മിസ്രൈമിൽ ഇസ്രായേൽക്കാർ അടിമത്തത്തിലായിരുന്നു. മിസ്രൈമിലെ ഫറോ രാജാവിൻ്റെ അടിമകളായിരുന്നു. അവർ യാതനയിൽ വലയുകയായിരുന്നു. അവർ ജോലി ചെയ്ത് ഒഴിലുകയായിരുന്നു. കഠിന ദാസ്യമായിരുന്നു. അവരെക്കൊണ്ട് ആവതായ ജോലിയല്ല ചെയ്യിച്ചു കൊണ്ടിരുന്നത്. അവർ യാതനയിൽ എരിവരിക്കൊള്ളുകയായിരുന്നു. എന്നാൽ അവരുടെ കഠിനദാസ്യം മാറ്റി ഇസ്രായേൽ ജനത്തെ ജീവനുള്ള ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മോശയുടെ കൈക്കീഴ് 600,000 പുറപ്പെട്ടു. 6 ലക്ഷം പേർക്ക് മോചനം കിട്ടി. സഹോദരങ്ങളെ, കഠിനദാസ്യം മാറും. ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചാൽ മതി, കഠിനദാസ്യം മാറും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ കാണാം, പുറപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, മനുഷ്യർ യാതനയേറ്റ് പിടഞ്ഞപ്പോൾ, ഇസ്രായേൽക്കാർ യാതനയേറ്റ് പിടഞ്ഞപ്പോൾ അവർ നിലവിളിച്ചു എന്ന്. അവർ
യാതനയേറ്റ് വിഷമിച്ച് നിലവിളിച്ചുവെന്ന്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ നാം അത് വായിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. പുറപ്പാട് 2-ാം അധ്യായം 23-ാം വാക്യം മുതൽ. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രയേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ കഠിന ദാസ്യം മൂലം അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ജനം യാതനയേറ്റ് നിലവിളിച്ചു. കഠിന ദാസ്യത്തിൽ വീർപ്പുമുട്ടി നിലവിളിച്ചു. അടിമവേല നിമിത്തം അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അവരുടെ നിലവിളി കേട്ടു. അടിമത്വത്തിലുള്ളവർ, പാപത്തിൻ്റെ ദാസ്യത്തിലുള്ളവർ, പാപത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടവർ ജീവനുള്ള ക്രിസ്തുവിനെ നോക്കി വിളിച്ചാൽ ക്രിസ്തു ബന്ധനം അഴിക്കും. ക്രിസ്തു നമ്മുടെ ദാസ്യം മാറ്റും. കഠിന ദാസ്യം മാറ്റും. വ്യസനം മാറ്റും. വിശ്രമം നൽകും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തു സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിക്കും. ഇന്ന് മനുഷ്യജാതി സാത്താൻ്റെ ബന്ധനത്തിൽ ആയതുകൊണ്ടാണ് കുടുംബങ്ങളിൽ അസ്വസ്ഥത നിഴലിക്കുന്നതും നടമാടുന്നതും. അനേകം കുടുംബങ്ങളിന്ന് എരിവരിക്കൊള്ളുകയാണ്. അനേകം കുടുംബങ്ങളിന്ന് യാതനയിലാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ല, ഐക്യമില്ല, പരസ്പര വൈരുദ്ധ്യം. ക്രമേണ അത് വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു. മുൻപൊന്നും നമ്മുടെ ഈ ഭാരതഭൂമിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരള നാട്ടിൽ വിവാഹമോചനങ്ങൾ അത്രയ്ക്കുണ്ടായിരുന്നില്ല. ഇന്ന് വിവാഹമോചനങ്ങൾ ഒരു സാധാരണ സംഭവം പോലെ ആയിരിക്കുന്നു. അന്നൊരു വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് എത്രയോ മോശമായൊരു കാര്യമായിരുന്നു. എൻ്റെ എല്ലാം ബാല്യകാലത്ത് വിവാഹമോചനം എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലമായിരുന്നു അന്ന്. എന്നാൽ ഇന്ന് അതൊരു സാധാരണ സംഭവമായി തീർന്നിരിക്കുന്നു. വിവാഹമോചനങ്ങൾ പെരുകുന്നു. അക്രമങ്ങൾ പെരുകുന്നു. മദ്യപാനവും കഞ്ചാവും മയക്കുമരുന്നും മനുഷ്യനെ ഇന്ന് ഹിംസിച്ചിരിക്കുന്നു. മനുഷ്യജാതി സംസ്കാര ശൂന്യരായി തീർന്നിരിക്കുന്നു. സാംസ്കാരിക ഭദ്രത ഇന്ന് കൈമോശം വന്നിരിക്കുന്നു. മനുഷ്യരിന്ന് പാപത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് ഉഴലുകയാണ്. എന്നാൽ ഈ കഠിനദാസ്യം മാറ്റും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഠിനദാസ്യം മാറ്റും. കർത്താവായ യേശുക്രിസ്തു കഠിനദാസ്യം മാറ്റി നമുക്ക് വിശ്രമം നൽകും. അതാണ് യെശയ്യാവ് പറഞ്ഞത്, യഹോവ നിൻ്റെ വ്യസനവും നിൻ്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിൻ്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകും. ദൈവത്തിന് സ്തോത്രം. നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യം, നിൻ്റെ കഷ്ടത, നിൻ്റെ വ്യസനം. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും കഷ്ടതയിൽ വലയുന്നവരായിരിക്കും, ദുരിതമേറ്റ് പിടയുന്നവരായിരിക്കും, സ്വസ്ഥതയില്ലാതെ മനസ്സ് അഴലുന്നവരായിരിക്കും. ഇന്ന് നിങ്ങൾ ചിലർ വ്യസനം കൊണ്ട് വിഷമിച്ച് കഴിയുന്നവരായിരിക്കും. രാവെന്നില്ല പകലെന്നില്ല കണ്ണീരൊഴുക്കുന്ന ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. ഞാൻ എന്ത് ചെയ്യേണ്ടെന്നറിയാതെ അമ്പരപ്പിൽ നിലവിളിക്കുന്നവരുണ്ടായിരിക്കും. സ്നേഹിതരെ, എല്ലാ പ്രായത്തിലുള്ളവർക്ക് വാസ്തവത്തിൽ ഈ കൺഫ്യൂഷനുണ്ട്, ഈ ടെൻഷനുണ്ട്. എല്ലാ പ്രായത്തിലും കൊച്ചു കുട്ടികൾക്ക് പോലും ടെൻഷനാണ്. എന്തിനെല്ലാമുള്ള ടെൻഷൻ? മനുഷ്യൻ ഇന്ന് കഠിനദാസ്യത്തിലാണ്, കഷ്ടതയിലാണ്, വ്യസനത്തിലാണ്. എന്നാൽ ദൈവം നമുക്ക് കഷ്ടതയും വ്യസനവും കഠിനദാസ്യവും മാറ്റി നമുക്ക് വിശ്രമം തരും. ദൈവത്തിന് സ്തോത്രം. നാലാമത്തേത് നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന നിർദ്ദേശം സംഖ്യാപുസ്തകം 10-ാം അധ്യായം 33-ാം വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 33-ാം വാക്യം. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. ദൈവത്തിൻ്റെ നിയമപെട്ടകം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നിയമപെട്ടകം അവർക്ക് വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസം മുന്നമേ പോയി. മുൻകൂട്ടി യാത്ര ചെയ്ത് തൻ്റെ ജനത്തിന് വിശ്രമസ്ഥലം അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് ഈ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്നു. നമ്മെ നയിക്കാനൊരു പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ കഠിനദാസ്യം മാറ്റി, നമ്മുടെ വ്യസനം മാറ്റി, നമ്മുടെ കഷ്ടത മാറ്റി നമുക്ക്
മഹത്വമുള്ള വിശ്രമസ്ഥലം നൽകി അനുഗ്രഹിക്കുന്ന ദൈവം നമ്മെ മുന്നോട്ട് നടത്താൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. നമ്മെ നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയെ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാൻ നമുക്ക് കർത്താവായ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു, നമ്മെ വലയം ചെയ്ത് നിൽക്കുന്നു. നമ്മെ നടത്താൻ പരിശുദ്ധാത്മാവുണ്ട്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവേനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. യെശയ്യാ 30:20-22 വരെ. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവേനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മെ നയിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറയും, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. മഹത്വത്തിലേക്ക് എന്നെ സ്വീകരിക്കുന്നവരെയും എന്നെ നടത്താൻ പരിശുദ്ധാത്മാവുണ്ട്. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദൈവത്തിൻ്റെ ആലോചന നമ്മെ നടത്തുന്നു. നിസ്സാരനായ മനുഷ്യന് നിത്യനായ ദൈവം ആലോചന തരുന്നു. പാപിയായ മനുഷ്യന് ജീവനുള്ള ദൈവം ആലോചനകൾ തരുന്നു. ദൈവം തന്നെ നടത്തിപ്പുകൾ തരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ. സ്നേഹിതരെ, ഇന്ന് നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് കഠിനദാസ്യം മാറുവാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ വ്യസനം മാറാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കഷ്ടത മാറാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊരു മഹത്വമുള്ള വിശ്രമസ്ഥലം കരുണയുള്ള കർത്താവ് കാണിച്ചു തരികയാണ്. ജീവനുള്ള ക്രിസ്തു കാണിച്ചു തരികയാണ്. അത് അതിൻ്റെ കുരിശിൻ്റെ ചുവടാണ്. കുരിശിൻ ചുവട്ടിലേക്ക് വരുമ്പോൾ ആ തൃപ്പാദത്തിൽ നിങ്ങൾക്ക് തിരക്തം തുള്ളിച്ചു നിൽക്കുന്നത് കാണാം. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട തൃപ്പാദം, എനിക്ക് വേണ്ടി ആണിയടിച്ച് തകർക്കപ്പെട്ട തൃപ്പാദം, എൻ്റെ പാപം വഹിക്കുവാൻ, എൻ്റെ ബന്ധനം അഴിക്കുവാൻ കുരിശിന്മേൽ ബന്ധിതനായ ക്രിസ്തുവിൻ്റെ തൃപ്പാദം. കുരിശിന്മേൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവായ യേശുവിൻ്റെ തൃപ്പാദം. കുരിശിന്മേൽ ആണികളാൽ ബന്ധിതനായി കിടക്കുന്ന ക്രിസ്തുവിൻ്റെ തൃപ്പാദം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ആ ക്രൂസിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ അകക്കണ്ണ് തുറന്ന് ക്രൂസിലെ സ്നേഹത്തെ കാണാം. ക്രൂസിൽ കൂടി ഒഴുകുന്ന ആ നിസ്തുല സ്നേഹത്തെ കണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് യാചിക്കാം. കർത്താവേ, എനിക്ക് എൻ്റെ കഠിനദാസ്യം നീ മാറ്റിത്തരണമേ. എൻ്റെ നാഥ, എൻ്റെ വ്യസനം നീ മാറ്റിത്തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ കഷ്ടത നീ മാറ്റിത്തരണമേ. നാഥ, എനിക്കൊരു വിശ്രമസ്ഥലം തരണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവിടുത്തെ ആശ്വാസദായകമായ വിശ്രമസ്ഥലത്ത് എത്തിച്ചേരാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. നാഥ, ഞാനിപ്പോൾ നിൻ്റെ പാദപീഠത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്കിപ്പോൾ സമർപ്പിക്കാം. നിങ്ങൾക്ക് യേശുവിനോട് പറയാം, കർത്താവേ, നിൻ്റെ തൃപ്പാദത്തിൽ പൊടിഞ്ഞു നിൽക്കുന്ന ആ തിരക്തം ഒരു തുള്ളി എൻ്റെ ശിരസിൽ പതിഞ്ഞാൽ നാഥ, ഞാൻ കഴുകപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ മനസ്സോടെ എൻ്റെ പാപജീവിതത്തോട് യാത്ര പറയുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്ക മനസാക്ഷിയോടെ സാത്താനെ ഉപേക്ഷിക്കുന്നു. എൻ്റെ തീരുമാനമായി നാഥ, എൻ്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ഞാൻ തിരുവൻപാകെ ഒരു വാക്ക് പറയുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. വിശുദ്ധതമ്പുരാനെ, ഇതിനെ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് സമർപ്പിക്കാം, നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് അർപ്പിക്കാം. കേൾക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ കാണൂ. നിങ്ങളുടെ മേൽ തൻ്റെ കരം നീട്ടുന്നത് നിങ്ങൾക്ക് കാണാം. ക്രിസ്തുവിൻ്റെ തൃക്കരം നിങ്ങളുടെ ശിരസിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് വിശ്രമം തരും. നിങ്ങളെ വിശ്രമസ്ഥലത്തേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് ഇനിയുള്ള നാളുകൾ സമാധാനമായി ജീവിതം നയിക്കാൻ സാധിക്കും. പാപം വിട്ട് മാറുമ്പോൾ, പൈശാചിക ബന്ധനം അഴിയുമ്പോൾ എന്തൊരു ശാന്തിയാണെന്നോ, എന്തൊരു സമാധാനമാണെന്നോ. ആ തിരക്തം നിങ്ങളെ കഴുകും. തിരക്തം നിങ്ങളെ വിശുദ്ധീകരിക്കും. തിരക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായി തീരും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. യേശു ക്രിസ്തുവിൻ്റെ തിരക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിക്കും തിരക്തം നിങ്ങളുടെ മേലിപ്പോൾ പൊഴിയട്ടെ. ആ തിരക്തം നിങ്ങളെ തളിച്ച് നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ആ തിരക്തം നിങ്ങളെ കഴുകട്ടെ. ആ തിരക്തം നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കട്ടെ. സമർപ്പിക്കൂ, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കൂ. വിശ്രമം പ്രാപിക്കൂ, സമാധാനം പ്രാപിക്കൂ, ആശ്വാസം പ്രാപിക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരു സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളെ വലയം ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. നടത്തുവാൻ ഞങ്ങൾക്കൊരു നാഥനുണ്ടെന്ന് കാണിച്ചു തന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ടവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.